ഹായ്. ഇപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഒരു കപ്പ് മൈദ, ഒരു 3 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്. ഇവയെല്ലാം ചേർത്ത് നമുക്ക് ഒരു 3 പ്രാവശ്യം സീവ് ചെയ്തെടുക്കട്ടോ. ഒരു 3 പ്രാവശ്യം സീവ് ചെയ്തെടുക്കണം കേട്ടോ തുടക്കക്കാർക്കൊക്കെ. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം സീവ് ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് ആദ്യം കേക്ക് ടിന്നെ ഒന്ന് ഗ്രീസ് ചെയ്ത് ഞാനിതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്ത് ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ. നമുക്ക് ബട്ടർ പേപ്പർ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഞാൻ മൈദ ഇട്ടാണ് തട്ടി കൊടുക്കുന്നത്. എല്ലാ സൈഡ്സിലും ഒന്നാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതങ്ങ് മാറ്റി വെക്കാം. നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. 4 മുട്ടയാണ്. എഗ് വൈറ്റും എഗ് യോക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് എഗ് വൈറ്റിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് ബീറ്റ് ആയി കിട്ടിയതിന് ശേഷം നമുക്ക് 1 കപ്പ് പഞ്ചസാര, ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് കുറച്ചായി ചേർത്ത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാരയെല്ലാം അതിൽ നല്ല പോലെ അലിഞ്ഞ് കിട്ടുന്ന വിധത്തിൽ വേണം കേട്ടോ നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട്. പഞ്ചസാര ബീറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്കിൽ അടിഭാഗത്ത് ഒരു ക്രിസ്പി ആയിട്ട് നിൽക്കും. എഗ് വൈറ്റ് ഇപ്പോൾ നല്ല പോലെ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് യോക്ക് ഓരോന്ന് ചേർത്ത് നമുക്ക് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ് യോക്കും മിക്സ് ആയതിന് ശേഷം നമുക്ക് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ സ്പീഡ് സ്പീഡ് 1-ലിട്ടൊന്ന് ഈ ഓയിൽ എല്ലായിടത്തും ഒന്ന് ആവുന്ന വിധത്തിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓവർ ബീറ്റിംഗ് പറ്റൂല. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നുവോ അങ്ങനെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമുക്കിത് മിക്സ് ആയതിനു ശേഷം നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
എയർ ബബിൾസ് പോവാനായിട്ട് നമുക്കൊരു സ്ക്യൂർ വെച്ചുകൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. പിന്നെ നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലല്ല കേട്ടോ, നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലാണ്. അടി ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലൊരു റിങ് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഓൾറെഡി ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രമാണ് കേട്ടോ. ഇതിലേക്ക് നമുക്കിത് നമ്മുടെ കേക്ക് ടീനെ ഇറക്കി വെച്ച് കൊടുക്കാം. 30 മിനിറ്റ് ആണ് ഞാനിത് ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ള ടൈം കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ നല്ല പോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഈർക്കിൽ വെച്ചാണിത് നോക്കിയത്. ഇനി നമുക്ക് കേക്ക് നല്ല പോലെ തണുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ്സിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ കേക്ക് ഇവിടെ നടുഭാഗം ഒന്ന് കുമിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. കട്ട് ചെയ്തപ്പോഴൊന്നും പ്രശ്നമില്ല. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഇതൊഴിച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഷുഗർ സിറപ്പ് നല്ല പോലെ തണുത്തതിന് ശേഷം വേണ്ട നമുക്കിത് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് വെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് നമുക്കൊന്ന് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് നല്ലപോലെ വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗത്തും ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ ക്രീം ഇപ്പോൾ ഇവിടെ ഒരു കട്ടി പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചതാണ്. അങ്ങനെ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ലെയറിൽ ഇതിൽ ചെറി വെച്ച് കട്ട് ചെയ്ത് ചെറി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അത് വെച്ച് കൊടുക്കാൻ മറന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് ലെയറിൽ നല്ല പോലെ ക്രീം വെച്ച് കൊടുക്കുന്നില്ല. കാരണം പുറത്തും നല്ല ക്രീം ഉണ്ടാകുമ്പോൾ നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ നല്ലൊരു മടുപ്പ് തോന്നും കേട്ടോ. പാകത്തിനുള്ള ക്രീം മതി കേട്ടോ നമുക്ക് ലെയറിലൊക്കെ കൊടുക്കുമ്പോൾ. ഓവറായാൽ അതൊരു മടുപ്പായിരിക്കും. നമുക്കതിൽ ചെറീസ് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിത് ഫസ്റ്റ് ലെയറിൽ വെക്കാൻ മറന്നു പോയതാണ്. അപ്പം ഞാൻ മൂന്നാമത്തെ ലെയറായിട്ട് വെക്കുന്നത് കേക്കിൻ്റെ അടിഭാഗമാണ് കേട്ടോ. അപ്പം നമ്മുടെ കേക്കിന് നല്ലൊരു ഷേപ്പ് കിട്ടും കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ. അപ്പം നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് സൈഡ്സിലൊക്കെ നല്ല പോലെ ക്രീം വെച്ച് കൊടുക്കാം കേട്ടോ. കേക്കിൻ്റെ സൈഡ്സിലും മുകളിലും ഒക്കെ നല്ല പോലെ ക്രീം വെച്ച് കൊടുക്കണം കേട്ടോ നമുക്ക്. ഹോൾസൊക്കെ ഉള്ള ഭാഗത്ത് നമുക്ക് ക്രീം വെച്ച് കൊടുത്തുകൊണ്ട് ലെവൽ ചെയ്തെടുക്കാം. നമുക്കിത് ഫിനിഷിങ് ആക്കി എടുക്കാൻ നമ്മുടെ ഐസിങ് നൈഫ് വെച്ചിട്ടൊന്ന് നമ്മൾ കേക്കിൽ ഒന്ന് ചെരിച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു ATM കാർഡിൻ്റെ അതുകൊണ്ടാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. സ്ക്രാപ്പറൊന്നുമല്ല. നമ്മുടെ സൈഡെല്ലാം ഫിനിഷ് ആക്കി എടുത്തതിന് ശേഷം മുകൾ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഈ കാർഡ് കൊണ്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ.